ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കരുത്. എനിക്ക് എല്ലാമുണ്ട് എന്നും ചിന്തിക്കരുത്. എന്നാൽ എനിക്ക് എല്ലാം നേടാൻ കഴിയുമെന്ന് ചിന്തിക്കുക. സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. എപ്പോഴാണോ സംസാരം ഇല്ലാതാകുന്നത്, അപ്പോൾ ബന്ധങ്ങൾക്ക് ജീവനും ഇല്ലാതാകുന്നു. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതല്ല, സംഭവങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ നിരപരാധിത്വം ആരോടും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാലം എല്ലാത്തിനും സാക്ഷിയാണ്. സങ്കടങ്ങളെ സൂക്ഷിച്ചു വെക്കേണ്ട, അവ സമ്മാനിച്ച മനുഷ്യരെയും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട. എന്നാൽ അതിൽ നിന്നുണ്ടായ പാഠങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കുക. അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടും. ആരിൽ നിന്നും അളവിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം അടുപ്പം എത്രമാത്രം കൂടുന്നുവോ, അകലുമ്പോൾ വേദനയും അത്രമാത്രം കൂടും. സ്നേഹവും സന്തോഷവും ഉണ്ടായിരുന്ന ഒന്നിനെയും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. അതൊരു പാട്ടാണെങ്കിലും പുസ്തകമാണെങ്കിലും വെറുമൊരു സൗഹൃദമാണെങ്കിലും. നിങ്ങളുടെ വിഷമങ്ങൾ വിശദീകരിച്ച് സമയം പാഴാക്കരുത്. ആൾക്കാർ അവർക്ക് കേൾക്കേണ്ടത് മാത്രമേ കേൾക്കൂ. സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തികളുടെ ഫലം നിങ്ങളുടേതാണ്. എന്റെ പ്രവർത്തനങ്ങളുടെ ഫലം എനിക്കുള്ളതും. അതിനാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ മോശം സമയങ്ങളിൽ നിങ്ങളെ ചേർത്തു പിടിച്ചവരെ ഒരിക്കലും മറക്കാതിരിക്കുക. ഒരു ആവേശത്തിൽ വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിനു മുൻപ് നന്നായി ആലോചിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് തീർച്ചയായും വരും. ഇത് പ്രകൃതി നിയമമാണ്. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ബന്ധങ്ങളിൽ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ ഒന്നോർക്കുക, അതിലും നല്ല ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് എന്നത്. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്നത് ഓർക്കുക. മുഖത്തു നോക്കി ഉള്ളത് പറയുന്നവരോട് വെറുപ്പ് തോന്നാം, പക്ഷേ അവർ ചിരിച്ചുകൊണ്ട് ആരെയും ഒരിക്കലും ചതിക്കില്ല. തിരമാലകളെ പോലെയാകണം ജീവിതം. ഓരോ താഴ്ചയിൽ നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം. ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്നലകൾ ഓർമ്മകളായി, നാളുകൾ പ്രതീക്ഷകളുമായി ജീവിതമെന്നത് ഇന്നാണ്. സ്വന്തമായി നിലപാടുകൾ എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എല്ലാവർക്കും നമ്മൾ പ്രാധാന്യം നൽകേണ്ട ആവശ്യവുമില്ല. രണ്ടുപേർ ചേർന്ന് മൂന്നാമനെ കുറ്റം പറയുമ്പോൾ ഒന്നോർക്കുക, പലപ്പോഴും മൂന്നാമൻ നമ്മളാകാറുണ്ടെന്നത്. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.